Okay, all of you mark your attendance. Mark your attendance now. അപ്പോ പേജ് നമ്പർ 39 നമുക്കിന്ന് പറയാനുള്ളത് അല്ലെ. ആക്ടിവിറ്റീസില് ഫസ്റ്റ് വൺ പദം പരിചയപ്പെടാം എന്നുള്ളതാണ്. അതില് ശതാബ്ദം, നൂറ്റാണ്ട് അല്ലെ. ശതാബ്ദം നമ്മൾ പറഞ്ഞു നൂറ്റാണ്ട് എന്നാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പീഡിപ്പിച്ചു, യഥാർത്ഥം കഷ്ടപ്പെടുത്തി. അടുത്തത് കരുനീക്കം, ഓക്കെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരുക്കം. നെക്സ്റ്റ് നടുനായകൻ, പ്രധാന ഉത്പാദിപ്പിക്കുക, സത്യാഗ്രഹം, സത്യത്തെ മുറുകെ പിടിക്കലാണ് സത്യാഗ്രഹം. ഭീഷണിപ്പെടുത്തുക, കോപാകുലർ, മേധാവി, മാരകം, മാരകം അല്ലെ. നീചമായ, നീചമായ പ്രവൃത്തി പറഞ്ഞ തരം താഴ്ന്ന പ്രവൃത്തി. നരഹത്യ, മനുഷ്യകുരുതി. അപലപിക്കുക, രൂക്ഷം, കഠിനം. യാഥാസ്ഥിതികർ, ചിന്താഗതിയുള്ളവർ. നിരായുധർ, ആയുധമില്ലാത്തവർ. നിരായുധമില്ലാത്തവർ. ഓക്കെ. നീചം, തരം താഴ്ന്നത്. ഓക്കെ. നരാധമൻ, മനുഷ്യൻ. കൂട്ടക്കുരുതി, കൂട്ടക്കൊല. വേർഡ് മീനിങ് ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് അത് പകർത്തി എഴുതണം. നെക്സ്റ്റ് പര്യായം മനസ്സിലാക്കാം എന്നാണ്. അതിൽ ആദ്യത്തത് സമരം, യുദ്ധം, നെക്സ്റ്റ് വൺ പട്ടാളം, സൈന്യം, സേന, അനീകം. അടുത്ത എന്താന്ന് നോക്കിയേ, വിപരീതം പഠിക്കാം. മന്ദം, ശീഘ്രം. മന്ദം എന്ന് പറഞ്ഞാൽ മെല്ലനെ, ശീഘ്രം എന്ന് പറഞ്ഞാൽ വേഗത്തിന്. പുകഴ്ത്തുക, പുകഴ്ത്തി പറയാതല്ലേ, ഇകഴ്ത്തുക എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്. നെക്സ്റ്റ് സായുധർ, നിരായുധർ. ഓക്കെ. ആയുധമില്ലാത്തവര്, ആയുധമുള്ളവര് സായുധർ, ആയുധം കയ്യിലില്ലാത്തവരാണ് നിരായുധർ. നെക്സ്റ്റ് കഠിനം, മൃദുലം. കഠിനം, അടുത്ത നോക്കിയേ, മാതൃക നോക്കി പൂരിപ്പിക്കുവാന്നുണ്ട്. മാതൃക എക്സാമ്പിൾ എവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് തോക്ക് ധരിച്ചവൻ, തോക്കുധാരി. നെക്സ്റ്റ് ആയുധം ധരിച്ചവൻ, ആയുധധാരി. ആയുധധാരി, ആയുധധാരി. എഴുതാൻ അറിയോ? ഓക്കെ. ആയുധധാരി. എഴുതി കഴിഞ്ഞോ? മിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. 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 ഓക്കെ. നെക്സ്റ്റ് ഗദ ധരിച്ചവൻ ആരാ? ഗദാധാരി. എങ്ങനെ എഴുതും? ഗദ ആദ്യത്തെ ദ ഏതാണ്? ദീപം നില ദായാണ്. ഗദാധാരി. രണ്ടാമത്തത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ധാരി.
ഗദാധാരി. അദ്വൈതേ അത് കംപ്ലീറ്റ് ചെയ്തേ അദ്വൈതേ ടെക്സ്റ്റില്. ഗദാധാരി. മനസ്സിലായില്ലേ? എഴുതാൻ അറിയില്ലേ അലൻ? യെസ്. അപ്പൊ ആദ്യത്തെ ധാരി തന്നെ എഴുതേണ്ടത് ഗദ എന്നുള്ളത് ദാ ഏതാണ് ഇതിലുള്ളത്. ഓക്കെ, ഗദാധാരി. അടുത്ത രണ്ടാമത്തെ പുരോഗമന ആശയക്കാർ. പുരോഗമന ആശയക്കാർ എങ്ങനെയാ വരും? അവിടെ പുരോഗമന ആശയക്കാർ എന്നുണ്ട് അല്ലെ. പുരോഗമന അധികം ആശയക്കാരാണ് പുരോഗമന ആശയക്കാർ. നെക്സ്റ്റ് കുടുംബ പ്ലസ് അംഗങ്ങൾ എങ്ങനെ വരും? കുടുംബാംഗങ്ങൾ. എഴുതിക്കോ, കുടുംബാംഗങ്ങൾ. ഗദാധാരി. ഓക്കെ, കുടുംബാംഗങ്ങൾ. ബാ എഴുതിയിട്ട് ഒരു കുഞ്ഞു പൂജ ഇട്ടിട്ട് എഴുതണം. ഓക്കെ, അറിയാലോ കുടുംബാംഗങ്ങൾ എഴുതാൻ അറിയോ? ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് മാറ്റിട്ട് എഴുതാൻ ശ്രമിക്കുമ്പോ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നില്ല, അതാ പ്രശ്നം. മൗസ് ഇല്ലാതാണ്. വേണ്ടല്ലോ. നെക്സ്റ്റ് കോപ പ്ലസ് ആകുലർ. എന്താണ്? കോപാകുലർ. എഴുതിക്കോ, കോപാകുലർ എഴുതിക്കോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് മനസാക്ഷി. അപ്പൊ ഇസ്സ വരുന്നില്ലേ, നേരത്തെ എഴുതുമ്പോ മനസാക്ഷി എന്ന് വരും അല്ലെ. ആ ഡോട്ട് ഒരു വിസർഗം ഉണ്ട്, അത് പോയിട്ട് മനസാക്ഷി എന്ന് വരും അല്ലെ. നെക്സ്റ്റ് മനഃശാന്തി എങ്ങനെ വരും? എങ്ങനെ എഴുതണം? മനഃശാന്തി. അറിയാം? ഓക്കെ, അപ്പോ ആയുധധാരി, അടുത്തത് ഗദാധാരി, നെക്സ്റ്റ് പുരോഗമനാശയക്കാർ, കുടുംബാംഗങ്ങൾ, കോപാകുലർ. അത്രയാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് മനസ്സാക്ഷി. ഓക്കെ, മനഃശാന്തി എന്നാ വരേണ്ടത്. അപ്പൊ എങ്ങനെ വേണം? ഇഷ രണ്ടെണ്ണം വരും കേട്ടോ. മനഃശാന്തി അതിന്റെ കൂട്ടക്ഷരം വരും. ഓക്കെ, മനഃശാന്തി. എഴുതരണോ അത്? ഓക്കെ, അപ്പോ കോപാകുലർ. ഷെഫി എഴുതണോ മിസ്? കോപാകുലർ. കോപാ ആ ചിഹ്നിട്ടിട്ട് കാ എഴുതി ഊച്ചിനിടുക. അപ്പൊ കോപാകുലർ. എന്നിട്ട് ലാ എഴുതി ഇറ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ മനസ്സുഖാണ് വരേണ്ടത്. അടുത്തത് എങ്ങനെ വരും? മനസ്സുഖം. എഴുതി നോക്കിയേ മക്കള്. അങ്ങനെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. മനസ്സുഖം രണ്ട് സാ വരും അല്ലേ. ആ, നെക്സ്റ്റ് സുഖം. ഓക്കെ, മനസ്സുഖം അല്ലേ. അടുത്ത എങ്ങനെ വരും? നെക്സ്റ്റ് വൺ നാട്. നാടെങ്ങും ഏച്ചിനം വേണം അല്ലെ. കാക്ക് ഏച്ചിനോട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എങ്ങനെ വരും? മുറിവേറ്റു. മുറിവ് പ്ലസ് ഏറ്റു എന്നുള്ളത്. അപ്പൊ മുറിവേറ്റു എന്ന് വേണം, ഏ ചിഹ്നം വേണം. ഓക്കെ, എഴുതി നോക്കിയേ. ഓക്കെ, എല്ലാ മക്കളും എഴുതുന്നുണ്ടോ? അല്ല കുറച്ചു പേരെ എഴുതുന്നുള്ളൂ? മുറി വേ ഏച്ചിനിടണം, എന്നിട്ട് വാ എഴുതണം. ഓക്കെ, മുറിവേറ്റു. ഓക്കെ, നെക്സ്റ്റ് വൺ അടിച്ച് പ്ലസ് അമർത്തി. എന്താ വരുവാ? വരണം. ഓക്കെ, ഇനി അടിച്ചമർത്തി എഴുതിക്കോ. അത് അടിച്ചമർത്തിന്റെ ആ മാറ്റിയിട്ട് ബാക്കി എഴുതണം. ഇച്ഛ എഴുതണം. ചന്ദ്രകല വേണ്ട, അടിച്ചമർത്തി ആ മാറ്റിട്ട് എഴുതണം. ചന്ദ്രകലി ആയി മാറ്റണം. ചായ ഇരട്ടി. ഓക്കെ, അടിച്ചമർത്തി.
ഓക്കെ 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 ശരിയാണ്. അടിച്ചമർത്തി എത്താം. ഓക്കെ, അപ്പൊ അത്രയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. തോക്ക് ധരിച്ചവൻ തോക്കുധാരി, ആയുധം ധരിച്ചവൻ ആയുധധാരി, ഗദ ധരിച്ചവൻ ഗദാധാരി. നെക്സ്റ്റ് പുരോഗമന പ്ലസ് ആശയക്കാർ പുരോഗമനാശയക്കാർ, കുടുംബ പ്ലസ് അംഗങ്ങൾ കുടുംബാംഗങ്ങൾ, കോപ ആകുലർ കോപ. അടുത്തത് മന സാക്ഷി മനസാക്ഷി, മന ശാന്തി മനഃശാന്തി, മന സുഖം മനസുഖം. നാട് എങ്ങും നാടെങ്ങും, മുറിവ് ഏറ്റു മുറിവേറ്റു, അടിച്ചമർത്തി. ഫിനിഷാണോ? നെക്സ്റ്റ് വൺ വാക്യത്തെ പ്രയോഗിക്കുക എന്നതാണ്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇത് ഇനി ആരെങ്കിലും എഴുതാതിരിക്കുന്നുണ്ടോ? എഴുതി കേട്ടോ. നെക്സ്റ്റ് അടിച്ചൊതുക്കുക, വാക്യത്തിൽ പ്രയോഗിക്കുക. എങ്ങനെയാണ് അടിച്ചൊതുക്കുക വാക്യത്തിൽ പ്രയോഗിക്കുക? യെസ്, കാണിക്കണോ? ഗവൺമെന്റിനെതിരായുള്ള സമരങ്ങളെ അടിച്ചൊതുക്കുവാൻ നിയമ എന്താണ് ആശിനെ? മിസ്സേ ഈ ക്ലിയർ ആയില്ല മിസ്സിന്, ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ? മറ്റേ പ്രോഗ്രസ് കാർഡില് മാർക്കിടാൻ വേണ്ടി ബുക്കിൽ വെക്കണ്ടേ? പ്രോഗ്രസ്സില് മാർക്കിടാൻ ഈ നമ്മള് പഠിപ്പിച്ച് ഇതൊക്കെ ഹോംവർക്ക് ചെയ്തതിന്റെ ഇത് ഇടണ്ടേ? അതിന്റെ നോട്ട് ഇതുവരെ ഇട്ടില്ലേ മോൻ? മിസ് പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവരോടും. എല്ലാരും ഇട്ടില്ലേ? അയച്ചു തന്നിട്ടുണ്ട് മിസ്. ഓക്കെ, ഉണ്ടായിരുന്നു. അതിലിട്ടവരത് ഞാൻ ഓൾറെഡി എക്സാമിന്റെ മാർക്ക് ഇട്ടിട്ട് മാർക്ക് ക്ലാസ് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്തു. ഓക്കെ, ഇട്ടില്ലേ? എന്തുകൊണ്ട്? എന്നാ മിസ്സിനെ വിളിച്ചറിയിക്കണ്ടേ? അപ്പൊ കിട്ടാത്തവരത് ഞാൻ ആ സമയത്ത് നിങ്ങൾ സെൻഡ് ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ സെൻഡ് ചെയ്യണം, അല്ലാത്തവർക്ക് മാർക്ക് കുറയും കേട്ടോ. എല്ലാവർക്കും ഇട്ട് തരാൻ തന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ആശ തന്നില്ല, അപ്പൊ അത് മാർക്ക് ഞാൻ ഓൾറെഡി ടീച്ചേഴ്സിന് കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എന്താ നമ്മൾ പറഞ്ഞ ആദ്യത്തെ അടിച്ചൊതുക്കുക എന്താണ്? ഗവൺമെന്റിനെതിരായുള്ള സമരങ്ങളെ അടിച്ചൊതുക്കുവാൻ നിയമപാലകർ ശ്രദ്ധിക്കുന്നു, അല്ലെ? എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്? ഗവൺമെന്റിനെതിരായുള്ള സമരങ്ങളെ അടിച്ചൊതുക്കുവാൻ നിയമപാലകർ ശ്രദ്ധിക്കുന്നു, അല്ലെ? നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? കരുനീക്കങ്ങൾ. എങ്ങനെയാ കരുനീക്കങ്ങള് വാക്യത്തിൽ പ്രയോഗിക്കുക? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു, അല്ലെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു എന്ന് നമ്മൾ ഒരു വാചകം ഇവിടെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അപലപിക്കുക. അറിയോ ആർക്കെങ്കിലും വാക്യത്തിൽ പ്രയോഗിക്കാൻ? അപലപിക്കുക. ടെക്സ്റ്റ് നല്ലതുപോലെ വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളത്തെ ദിവസം ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചോ? ആരെങ്കിലും വായിച്ചോ? അപലപിക്കുക. ജാലിയൻ വാലാബാഗ് നരഹത്യയെ മഹാത്മാഗാന്ധിയും കൂട്ടരും കഠിനമായ ഭാഷയിൽ അപലപിച്ചു, അല്ലെ? ഒരു വാചകമില്ലേ? ഇല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ മഹാത്മാഗാന്ധിയും കൂട്ടരും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ
ചൊൽപ്പടിയിൽ നിൽക്കാത്ത, അല്ലെ? ചൊൽപ്പടിയിൽ നിൽക്കാത്ത എന്താണ് നിങ്ങൾ എഴുതുക? ചൊൽപ്പടിയിൽ നിൽക്കാത്ത എന്ന് പറഞ്ഞാൽ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ആരെ? ബ്രിട്ടീഷുകാര് ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. നെക്സ്റ്റ് വൺ എന്താണ്? നിയമവിരുദ്ധമായി. എങ്ങനെയാ പറയണ്ടേ? അറിയോ? കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു, അല്ലെ? ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ അതില്? ഓക്കെ, അത്രയാണ് വാക്യത്തെ പ്രയോഗിക്കുവാനുള്ളത്. ആ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് വൺ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? എത്ര വർഷം? നമ്മൾ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. 1.5 ശതാബ്ദത്തോളം. 1.5 ശതാബ്ദത്തോളം കാലമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നത്, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകത്വം ഏറ്റെടുത്തത് എപ്പോൾ? എപ്പോഴാണ്? 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്ത് വന്നു. 1917 മുതൽ ബീഹാറിലെ ചമ്പാര എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. അങ്ങനെയാണ് പറയേണ്ടത്. 1917 മുതൽ ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന് തുടക്കം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാതെ കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു, അല്ലെ അവര്? നെക്സ്റ്റ് നാലാമത്തത്, ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെ? ഇതിന് കാരണമായ സംഭവം എന്ത്? ഇതിനെതിരെ ഗാന്ധിജി എവിടെയായിരുന്നു? ക്വസ്റ്റ്യന്റെ ആദ്യ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെയായിരുന്നു? ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. എന്ത്? ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തായിരുന്നു, അല്ലെ? എന്താണ്? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു, അല്ലെ? ആ സമയത്താണ്. അതാണ് എഴുതേണ്ടത്. ഇതിന് കാരണമായ സംഭവം അതാണ്. എന്ത്? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അതിനെതിരെയാണ്, അല്ലെ, ചമ്പാരൻ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം നടത്തിയത്. ഇനി അഞ്ചാമത്തത്, ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം എന്ത്? എന്താണ് കാരണം? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. എന്താ അതിന്റെ ആൻസർ മക്കളെ? ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം എന്ത്? മുറിവേറ്റ് പിടയുന്നവരെ അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. എന്താ അതിന്റെ പേര്? ആയിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാനാണ് ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്, അല്ലേ? അതല്ലേ ആഹ്വാനം ചെയ്തത്? പിന്നെ എവിടെയാണ് ആൻസർ പറയുന്നത് നിങ്ങള്? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. എന്ത്? 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാനാണ് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ ഇടയായത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്?
ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ ഇടയായത് എന്തുകൊണ്ട്? അതും ഇതാണ്. എന്താ ആൻസർ? ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി, നാടെങ്ങും പ്രതിഷേധമിരമ്പി. ഈ സന്ദർഭത്തിലാണ് ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത്. കണ്ടോ ആൻസർ മക്കളെ? യെസ്. ടെക്സ്റ്റ് വായിക്കാത്ത കുറേ ഇന്ന് സാധാരണ ഉത്തരം വരുന്നവർക്കൊന്നും ഇന്ന് ഉത്തരവില്ല അല്ലേ? ടെക്സ്റ്റ് വായിച്ചിട്ടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അത് അല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? നമ്മൾ ഇപ്പം ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ എന്താ? ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ ഇടയായത് എന്തുകൊണ്ട്? അതിന്റെ ആൻസർ എന്താ ഇതിന്റെ? ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി, നാടെങ്ങും പ്രതിഷേധമിരമ്പി. ഈ സന്ദർഭത്തിലാണ് ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത്. ക്രമസമാധാന പാലനം എന്ന് പറഞ്ഞാ എല്ലായിടത്തും സമാധാനം നിൽക്കാൻ വേണ്ടി അല്ലെ, നിലനിൽക്കാൻ വേണ്ടി അത് ഏറ്റെടുത്തത്. ഓക്കെ. ഇനി 7th ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഈ സംഭവമാണ്. ഓക്കെ, അങ്ങനെ കുറെ പേര്. ഇപ്പൊ എങ്ങനെ എഴുതണം? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ആബാലവൃദ്ധൻ ജനങ്ങൾ, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആബാലവൃദ്ധൻ ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിരുന്നു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തില് ഒരു സംഘമായി അവിടെ ഭടന്മാർ പാഞ്ഞെത്തിയല്ലേ. എന്നിട്ടോ നിരായുധരായ, ആയുധമില്ലാത്ത ഭാരത മക്കളുടെ നേർക്ക് അവര് നിറയൊഴുക്കാൻ കൽപ്പന നൽകിയല്ലേ. ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് സംഭവം അല്ലെ. ഓക്കെ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയാൻ കാരണം എന്ത്? എന്താണ് കാരണം? മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമകൻ ശ്രമിച്ചത് അല്ലേ. ഇതാണ് ഉത്തരം. ശരിയാണ്. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കുവാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ ഒരു മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിക്കാൻ കാരണം എന്ത്? എന്താണ് കാരണം? ജാലിയൻ വാലാബാഗ് സംഭവം കണ്ടിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിച്ചത്. ജാലിയൻ വാലാബാഗ് നടന്ന ഈ കൂട്ടക്കൊല കണ്ടിട്ട്. എന്താണ് ആൻഡ്രോസേ? ഞാൻ വിചാരിച്ചു ആൻഡ്രോസ് കൈപൊക്കുന്നതാണെന്നാണ് കരുതിയത്. അല്ല അല്ലെ. അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സംഭവം കണ്ടിട്ടാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യന്, ജന്മനാടിന്റെ ക്രൂരത കണ്ട് പൊട്ടിക്കരഞ്ഞ ഇംഗ്ലീഷുകാരൻ ആര്? ആൻഡ്രൂസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നു? ആയിരുന്നു ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മിസ് ഫോട്ടോ ഇട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നോ? PDF? അപ്പൊ ഇന്ന് ചെയ്തു തരാം. പിന്നെ ആരാണ്? അമ്മയെ എന്നോട് ക്വസ്റ്റ്യന്റെ ആൻസർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല അല്ലെ. ആരെങ്കിലും ഒരാളൊന്ന് അമ്മയൊക്കെ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേ. ദേവാഞ്ജനോ അൽനാഗസ്റ്റിനോ ആരെങ്കിലും ഒരാൾ കേട്ടോ. ദേവപ്രിയോ ഒരാൾ. ഇരുളിന്റെ നമ്മുടെ എന്താണ് വൈക്കം കായലിൽ എന്ന ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ.
അപ്പൊ നമ്മുടെ ഈ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ നോക്കിയേ, അനുബന്ധ പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ. എന്താണ് അനുബന്ധ പ്രവർത്തനങ്ങൾ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജാലിയൻ വാലാബാഗ് പോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഒന്നാമത്തത് അതാണ്. നെക്സ്റ്റ് നോക്കിയേ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. അത് നിങ്ങൾക്ക് പറ്റും അല്ലെ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ബുക്കില്, പഴയ ഒരു ബുക്കില് ഒട്ടിച്ചു വെക്കുക കേട്ടോ. പുതിയ ബുക്കൊന്നും അതിനു വേണ്ടി നിങ്ങൾ വേസ്റ്റ് ആക്കൊന്നും വേണ്ട. നിങ്ങൾ പഴയ എപ്പെങ്കിലും പഠിച്ച ബുക്കൊക്കെ നേരത്തെ അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്ത ബുക്കിൽ തന്നെ പോരെ. അതിൽ തന്നെ മതി. ഓക്കെ, അങ്ങനെ ഒരു ബുക്ക് നിങ്ങൾ ശേഖരിച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോ നമ്മുടെ ജാലിയൻ വാലാബാഗ് എന്ന പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ലെസൺ എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാ ഭാഗം? ക്ലിയർ ആണ്. മിസ് കേൾക്കുന്നില്ല. എന്താണാവോ ഇത്? കേൾക്കുന്നില്ലേ മക്കളെ? ഇപ്പൊ കേൾക്കാം മിസ്. കേൾക്കുന്നുണ്ട് മിസ്. ഇപ്പൊ കേൾക്കുന്നില്ല മിസ്. ഇല്ലേ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നോട്ട്ബുക്കിലേക്ക് പാഠത്തിന്റെ പേര് എഴുതുക. നന്നായി നല്ല നീറ്റിൽ അത് പകർത്തി എഴുതണം. ഏതൊക്കെ? നമ്മുടെ പദങ്ങളുടെ അർത്ഥം, നെക്സ്റ്റ് പര്യായ പദം, അടുത്തത് വിപരീത പദം, അടുത്ത പൂരിപ്പിക്കുക, നെക്സ്റ്റ് എന്താ വാക്യത്തിൽ പ്രയോഗിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കുകയും ക്വസ്റ്റ്യൻ ആൻസറും മിസ് സെൻഡ് ചെയ്ത് തരും. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പകർത്തി എഴുതണം. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് നല്ല നീറ്റിൽ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ. നിങ്ങൾ കർസീവ് ബുക്ക് എഴുതുന്നുണ്ടോ മക്കളെ? കോപ്പി ബുക്ക് എഴുതുന്നുണ്ടോ? ഇതിൽ നിന്ന് ടഫ് വേർഡ്സ് നിങ്ങൾ എഴുതണേ. എല്ലാ പാഠത്തിലും ഓക്കെ, 3 വേർഡ്സ് ഒരു പേജിൽ എഴുതുക. എല്ലാ നമ്മൾ ഓരോ പാഠം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്ന വേർഡുകള് എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, വരച്ചിട്ട് 3 എന്താണ് ദേവാഞ്ജന എടുത്ത് ആരോ എത്തിയല്ലോ അല്ലെ? ചിരി വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അത് എഴുതണേ കേട്ടോ. സ്കൂളിൽ വരുമ്പോഴേക്ക് കർസീവ് ബുക്ക് ഒക്കെ ഉണ്ടായിക്കൊള്ളണം. വെരി ഗുഡ് അല്ല, നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു പേജ് എല്ലാരും കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കീപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഒരു 2 ലൈൻ ബുക്കാണ് നമ്മളിപ്പോ പറയുന്നത്. അതെന്ത് ചെയ്യണം മക്കളെല്ലാവരും? ഇപ്പൊ ഈ ജാലിയൻ വാലാബാഗിൽ ഒരുപാട് ടഫ് വേർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെഴുതി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആ 2 ലൈൻ ബുക്ക് അതിനാ വെച്ചിന്. അത് നിറയെ നല്ല 2 ലൈനിലും ടച്ച് ചെയ്യുന്ന വിധത്തിൽ തന്നെ എഴുതുക കേട്ടോ, എന്നാലേ അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ബൈ. See you. Bye. Thank you, miss. Bye. Thank you, miss. Okay. Bye. Thank you, miss. Okay. Bye, miss.